ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിഥീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി പിസ്ത ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 400 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് ഫോം ആകുന്നത് വരെ നമുക്കത് ബീറ്റ് ചെയ്യണം. നമ്മുടെ ക്രീം നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല, മിൽക്ക് മെയ്ഡ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു ടിന്നും ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് പിസ്ത എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പിസ്ത എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഐസ്ക്രീം നല്ലൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി ഒരു 2 ഡ്രോപ്സ് ഗ്രീൻ കളറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നീട് അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. പിസ്ത, ബദാം, കാഷ്യൂ. കൂടുതലും പിസ്തയാണ് ചേർക്കുന്നത്. നമ്മുടെ ഐസ്ക്രീം പിസ്ത ഐസ്ക്രീം ആണല്ലോ, അതുകൊണ്ട് പിസ്തയാണ് ജാസ്തി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നട്ട്സെല്ലാം അടിയിലേക്ക് നിന്നിട്ടുണ്ട്. ഇനി അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു നൈറ്റ് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്കൂപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്കൂപ്പ് ഔട്ട് ചെയ്യാം. നമ്മുടെ അടിപൊളി പിസ്ത ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. ഇനി പിസ്ത എസൻസ് ഇല്ലെങ്കിലും സാരമില്ല, വനില എസൻസും വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്ത ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ക്രഷ്ഡ് പിസ്ത കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു.